വീണ്ടും ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം. അടുത്ത വർഷം ജനുവരിയിൽ ഇന്ത്യ-ന്യൂസിലാൻഡ് T20 മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. BCCIയുടെ അറിയിപ്പ് ലഭിച്ചതായും വൈകാതെ തയ്യാറെടുപ്പുകൾ തുടങ്ങുമെന്നും KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി അമൃത വാർത്തകളോട് പറഞ്ഞു. 2026 ജനുവരിയിലാണ് 3 ഏകദിനം 5 2020 മത്സരങ്ങൾ ഉൾപ്പെടുന്ന പരമ്പരയ്ക്കായി ന്യൂസിലാൻഡ് ടീം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആദ്യം ഏകദിന മത്സരങ്ങളും പിന്നീട് 2020 എന്ന തരത്തിലുമാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാം ഏകദിനം ജനുവരി 11 ബറോഡയിൽ നടക്കും. ജനുവരി 21 നാഗ്പൂരിലാണ് ആദ്യ T20 മത്സരം. പരമ്പരയിലെ അവസാന മത്സരം ജനുവരി 31 ഈ മത്സരത്തിലാണ് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാവുക. വേദി സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ച സാഹചര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി പറഞ്ഞു. ജനുവരി 31 കളി നടത്താൻ വേണ്ടിയിട്ടാണ്. ജനുവരി 31 ഇന്ത്യ ന്യൂസിലാൻഡ് സീരീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു T20 ആണ് ഈ കേരള KCAക്ക് അന്വേഷിച്ച് തന്നിട്ടുള്ളത്. ഇനി അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ഗ്രീൻഫീൽഡിൻ്റെ അകത്തുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ ഞങ്ങൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രീൻഫീൽഡ് ഗ്രൗണ്ട്. അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ആ സമയമാകുമ്പോഴത്തേക്കും അത് ഗ്രൗണ്ട് പൂർണ്ണ തോതിൽ കളിക്കാൻ വേണ്ടി സജ്ജമായ രീതിയിലേക്ക് ആക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്ന 7ാമത്തെ രാജ്യാന്തര മത്സരമാകും ഇന്ത്യ കിവീസ് പോരാട്ടം. 2017 ഇന്ത്യ കിവീസ് പോരാട്ടം തന്നെയായിരുന്നു സ്റ്റേഡിയത്തിലെ ആദ്യ മത്സരം. ഇതുവരെ 4 T20യും 2 ഏകദിനങ്ങളും സ്റ്റേഡിയത്തിൽ നടന്നു. ഇക്കഴിഞ്ഞ ലോകകപ്പ് ക്രിക്കറ്റിന്റെ സന്നാഹ മത്സരങ്ങൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നടന്നത്. T20 ലോകകപ്പ് വരാനിരിക്കെ കാര്യവട്ടത്തെ പോരാട്ടം നിർണായകമാണ്. ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര T20 തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഓപ്പണിംഗ് റോളിൽ സഞ്ജു V സാംസൺ എത്തുമോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നു. സ്പോർട്സ് ഡെസ്ക്, അമൃത TV.